21 രൂപ. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും ഹാപ്പി അല്ലേ? ഇതാ മറ്റൊരു കിടിലൻ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പം എന്താ സമയം ഏകദേശം 5 മണിയാവുന്നു കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ അവസ്ഥ വീഡിയോ എന്ന് വെച്ചാൽ വളരെ കിടിലം ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഓൺ ക്യാമറയിൽ ഇത് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആൾറെഡി നമ്മുടെ തംബ്നെയിൽ കണ്ടാണ്. ഇപ്പോൾ സമയം ഏകദേശം 5 മണിയാവുന്നു. നമ്മളിതാ സ്വിഗ്ഗി ആപ്ലിക്കേഷൻ എടുത്തിട്ടുണ്ട്. നമ്മളിപ്പം നിൽക്കുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊട്ടാരക്കരയാണ് കേട്ടോ. അപ്പോൾ എന്താ നമ്മൾ ആദ്യം മാപ്പ് ഒന്ന് എടുത്ത് റീസെറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഡെലിവറി ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പുതിയ ഫോൺ. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മൾ ഡെലിവറിക്ക് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ നത്തിങ് 2A ആണ് കേട്ടോ. അപ്പോൾ എന്താ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ എന്തായാലും അടുത്ത വീഡിയോയിൽ ഒരു കിടിലൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റിവ്യൂ ചെയ്യാനാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് പോകുന്നതിന് മുന്നേ നമുക്ക് 2-3 പരിപാടികൾ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറേ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെന്നൈയിൽ പോയിട്ട് വന്നപ്പോൾ നമ്മുടെ സ്വിഗ്ഗിയുടെ ഷിഫ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തായിരുന്നു. അപ്പം ഇപ്പം നമ്മൾ നേരത്തെ വർക്ക് ചെയ്യേണ്ടത് 6 തൊട്ട് 11 മണി വരെ ആയിരുന്നു രാത്രിയിൽ. പക്ഷേ ഇപ്പോൾ അത് മാറ്റി നമ്മൾ രാവിലെ 11 തൊട്ട് വൈകിട്ട് 4 മണിയുള്ള ഷിഫ്റ്റിലോട്ട് മാറ്റി. പക്ഷേ നമ്മളിപ്പം അതായത് നമ്മൾ ചെന്നൈ പോയപ്പോൾ നമ്മൾ സ്വിഗ്ഗിയിൽ നമ്മൾ വർക്ക് ചെയ്തില്ലല്ലോ. അപ്പം ലീവ് എടുക്കാതാണ്. ലീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ആബ്സെൻറ്റ് മാർക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ടായിരിക്കാം പോയതുകൊണ്ട് നമുക്കിപ്പോൾ ഇൻസെൻറ്റീവ് ഇല്ല കേട്ടോ. അതായത് ഇപ്പോൾ എനിക്കിപ്പോൾ ഇൻസെൻറ്റീവ് നിലവിൽ ഇൻസെൻറ്റീവ് ഇല്ല. അതായത് ഇൻസെൻറ്റീവിൻ്റെ ചാർട്ട് അവർ കട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പം ഇതാണ് ഇപ്പോൾ കാണിച്ചത് കേട്ടോ. നമുക്കിപ്പോൾ നോ ഇൻസെൻറ്റീവ്സ് അവൈലബിൾ എന്നാണ് കാണിക്കുന്നത്. സോ അപ്പം എന്താ ഇപ്പോൾ സമയം ഏകദേശം 5 മണി തൊട്ട് ഞാൻ രാത്രി 11 മണി വരെയാണ് ഇന്ന് നമ്മൾ സ്വിഗ്ഗിയിൽ വർക്ക് ചെയ്യാൻ പോകുന്നത്. സ്വിഗ്ഗിയിൽ മാത്രമല്ല കേട്ടോ. അപ്പോൾ നമ്മൾ തംബ്നെയിൽ കണ്ടവർക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും. കാലത്തേക്ക് നമുക്ക് പോകുന്നതിന് നമ്മുടെ വണ്ടിയിലൊന്ന് ചെയിൻ ഒന്ന് ലൂബ് അടിക്കാൻ കേട്ടോ. അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞിട്ട് ഇവനെ ഒന്ന് നടത്താനും ഇറക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ തൽക്കാലം അവനെ ഒന്ന് കൂട്ടിയിട്ടേക്കുവാണ് കേട്ടോ. അപ്പോൾ എന്താ നമുക്ക് എന്തായാലും വേഗം പോയിട്ട് നമ്മുടെ വണ്ടി നമുക്ക് വണ്ടി ഇപ്പോൾ മഴയായതുകൊണ്ട് ഫുള്ള് നമ്മുടെ വണ്ടി ഫുൾ ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ചെയിൻ നല്ല കട്ടക്ക് ഇരിക്കണം കേട്ടോ. അപ്പോൾ സൗണ്ടും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം പോയി വണ്ടി ഒന്ന് സെറ്റാക്കിയിട്ട് വേണം നമുക്ക് ഇവനെ ഒന്ന് നടത്താൻ കൊണ്ടുപോകണം കേട്ടോ. അവനെ ജസ്റ്റ് നമ്മളല്ലേ രാത്രി വരെ ഇതിനകത്തിരുന്ന് ചെറുക്കൻ ബോറടിക്കാവുകൊണ്ട് അവനെ ഇന്ന് നടത്തിച്ചില്ല. ഇന്ന് നമ്മൾ പുറത്തിറക്കിയതില്ല അവനെ. എന്താ നമുക്ക് എന്തായാലും ആദ്യം പോയി നമ്മുടെ വണ്ടിയുടെ ചെയിൻ ലൂബും കാര്യങ്ങളെല്ലാം സെറ്റാക്കാം. എന്നാൽ ഇപ്പോൾ വരാം, വെയിറ്റ് എന്തൊക്കെയാണ്. ഇപ്പോൾ എന്താ ചെയിൻ ലൂബ് മാത്രമല്ല കേട്ടോ. നമുക്ക് ഈ മഴയായതുകൊണ്ട് നമ്മുടെ കീ സെറ്റ് കുറച്ച് ജാമായി. നമ്മുടെ ഈ ടോപ്പ് ബോക്സിൻ്റെയും കീ സെറ്റ് കുറച്ച് ജാമായി കേട്ടോ. അപ്പോൾ ഇതും ഭയങ്കര ഇതായിട്ടിരിക്കുകയാണ്. പിന്നെ വേറെ എന്തൊക്കെയുണ്ട്. അപ്പോൾ ഞാൻ എന്താ ഒരു പുതിയ WD-40 എപ്പോഴും നമ്മൾ വീട്ടിലേക്ക് എല്ലാ ആൾക്കാർക്കും ഇത് ആവശ്യം വരും കേട്ടോ. നമുക്ക് വണ്ടിക്ക് മാത്രമല്ല, ഇപ്പം ഞാൻ ഈ ഗേറ്റിൻ്റെ ഈ വീലിനൊക്കെ അടിക്കണം എന്ന് വിചാരിച്ചിരുന്നത്. അതുപോലെ ഇത് നമ്മുടെ ചാവിക്കകത്ത് എല്ലാ വീട്ടിലും യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റാണ് WD-40. അപ്പോൾ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ താല്പര്യമുണ്ട്. ഇതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പം ചെക്ക് ചെയ്യുക. എല്ലാത്തിൻ്റെയും ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഫുൾ ജാമായി, വെള്ളം കണ്ടപ്പോഴേ ജാമായി. നമ്മുടെ ഈ വീട്ടിലെ ഈ പൂട്ടുകളിലൊക്കെ അടിക്കാൻ കേട്ടോ. അപ്പോൾ ഇത് ഡയറക്റ്റ് മഴയത്ത് നനയുന്ന പൂട്ടും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഇപ്പം നമുക്ക് സമയമില്ല. അങ്ങനത്തെ ജോയിൻസും കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യാൻ പറ്റും. മതി, ഒരുപാടായാലേ ശരിയാകത്തില്ല. ഞാൻ ഇവിടെ നിന്ന് എല്ലാം അടിച്ച് ഫുള്ള് എല്ലാ വണ്ടിയിലും എണ്ണ ഇടേണ്ടി വരും അവസാനം. ഈ ഗേറ്റിൻ്റെ വീലിലും കൂടെ നടിക്കണമായിരുന്നു. നമ്മളിത് അടിക്കുന്നതിന് വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാൻ പറ്റും കേട്ടോ. നമ്മൾ അവിടെ മാസ്കൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇത് എയറോസോളാണ് കേട്ടോ. പ്രത്യേകിച്ച് ചെയിൻ ലൂബ് മാത്രമല്ല, WD-40 അടിക്കും പറ്റുവാണെങ്കിൽ മാസ്ക് ഇടുക മസ്റ്റാണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ വർക്ക്ഷോപ്പിലൊക്കെ നിൽക്കുന്നവർ ഒരിക്കലും ചെയ്യാറില്ലെന്ന് എനിക്ക് നല്ല രീതിക്ക് അറിയാം. പക്ഷേ ഇത് നമ്മുടെ ഇത്രയും റഫായിട്ടുള്ള വണ്ടിയുടെ ചെയിൻ പോലത്തെ സാധനങ്ങൾ ലൂബ്രിക്കേറ്റ് ചെയ്ത് ഉപയോഗിക്കുന്ന ഈ സാധനം ജസ്റ്റ് വെളിച്ചെണ്ണയും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. അപ്പം മസ്റ്റായിട്ട് നിങ്ങളൊരു മാസ്ക് ഉപയോഗിക്കുക. അത്രയെങ്കിലും നമ്മുടെ എഫക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ലെൻസിന് ഓരോ പ്രശ്നങ്ങളുണ്ടാകാൻ 100% ചാൻസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ അല്ല, ഭാവിയിൽ ഇതെന്തായാലും നമുക്ക് അപ്ലൈ ചെയ്യാം. നമ്മുടെ ലൂബിങ് ഒക്കെ കഴിഞ്ഞിട്ടോ. വേണ്ടാത്തടത്തും എല്ലാം നമ്മൾ WD-40 ലൂബൊക്കെ അടിച്ചു. ഇനി അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം വരുമോ എന്തോ. ഇനിയിപ്പോൾ നമ്മുടെ ചെറുക്കൻ്റെ പ്ലേ ടൈം ആട്ടോ. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ഇതിവിടെ വെച്ചാൽ ശരിയാവൂ. ഇതെവിടെ വെക്കും സേഫായിട്ട് ഒരു കാര്യം ചെയ്യാം. സാധാരണ എൻ്റെ റൂമിൽ വെക്കുന്നത് വരുമ്പോൾ എടുത്താൽ ടൂൾസിൻ്റെ കൂട്ടത്തിൽ വെക്കാം കേട്ടോ. ചെറുക്കൻ കണ്ടു കഴിഞ്ഞാൽ എടുക്കും. അവൻ എല്ലാ സാധനവും എടുക്കും. നോക്കി വെച്ചേക്കാണ് എന്തൊക്കെ എടുത്തുകൊണ്ട് വരുന്നതെന്ന്. പിന്നെ ഇതാണ്ട് നമ്മുടെ അക്വാറിയത്തിൽ കുറേ പുതിയ മീനുകളെയൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഞാനല്ല കേട്ടോ, അമ്മ വാങ്ങിച്ചിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് 2 മീനുകളുണ്ട് കേട്ടോ. ഉമാരെ ഞാൻ ഫ്രൈ ചെയ്യാൻ മാറ്റി വെച്ചേക്കുക, കാണിച്ചു തരാം. കണ്ട് ഇതെന്തോ
ഇത് 2 ടൈഗർ ഫിഷാണ്. ഇത് മഹാവില്ലന്മാരാട്ടോ. ഇവന്മാരാണെങ്കിൽ നമ്മുടെ ഈ പാവത്തിൻ്റെ വാല് കണ്ടോ, കാണാൻ പറ്റുന്നതെന്ന് അറിയത്തില്ല, കാണിച്ചു തരാം. ഇതിപ്പോൾ 2 വർഷമായിട്ട് നമ്മുടെ അക്കോർത്തിയുള്ള മീനാട്ടോ, പാവം പിടിച്ചവനാണ്. ഈ തല ഓറഞ്ചുള്ള ചെറുക്കൻ. അപ്പോൾ അതിൻ്റെ വാല് കണ്ടോ, കഷ്ടം, യൂപ്പും പാതി അത്രയും പോയി. ഇനി ഇവനങ്ങനാണോ? പക്ഷേ എൻ്റെ മെയിൻ ഡൗട്ട് ടൈഗർ ഫിഷ് തന്നെ. ഇവനാണോ? ഇപ്പോൾ ആരെ കൊത്തുന്ന ഞാൻ കണ്ടല്ലോ. ഇത് റെഡ് മോളി എങ്ങാണ്ടല്ലേ? പക്ഷെ ഇതിനൊന്നും ഈ നമ്മുടെ ഗോൾഡ് ആണ്, അവൻ കുത്തുന്നുണ്ട് കേട്ടോ. ഇനി അവനാണോ? എടാ നിന്നെ കൈയോടെ പിടിച്ച് അങ്ങനെ. ആദ്യം നമുക്ക് ആപ്ലിക്കേഷൻ ഓണാക്കാം കേട്ടോ. എല്ലാം നല്ലതിന്. നേരത്തെ നമ്മൾ ആപ്ലിക്കേഷൻ ഓണാക്കാൻ മറന്നുപോയി കേട്ടോ. നമ്മൾ പറഞ്ഞിട്ടങ്ങ് ചെയിൻ ലൂബ് ചെയ്യാൻ പോയി. അപ്പോൾ എന്താ കറക്റ്റ് 5:25 കേട്ടോ നോർമലി. അപ്പോൾ ഇന്നലെയൊക്കെ നമുക്കുണ്ടായ നമ്മുടെ ഏണിങ്സ് എന്ന് പറഞ്ഞാൽ ഏകദേശം 150 രൂപയാണ്. അപ്പോൾ ഭയങ്കര ഏണിങ്സ് കുറവാണ്. 4 മണിക്കൂറിന് ഏകദേശം 150 രൂപ. നേരത്തെ നമുക്ക് 4 മണിക്കൂറിന് 500 രൂപ സംതിങ് കിട്ടിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ ആ സ്ഥാനത്താണ് നമുക്കിപ്പോൾ ഇത്രയും ഏണിങ്സ് കുറഞ്ഞത് കേട്ടോ. അപ്പോൾ എന്താ ഇപ്പം നമ്മളിതാ ലോഗിൻ ആയിട്ടുണ്ട്. സമയം എന്താ 5:30 കേട്ടോ കറക്റ്റ്. ഈ സമയത്തൊന്നും സത്യം പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഇറങ്ങാൻ സമയമായി. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ 3 മണിക്കൊന്നും ഇറങ്ങിയിട്ട് ഒരു കാര്യമില്ല കേട്ടോ. നമ്മൾ അതുകൊണ്ടാണ് ഇന്നലെയൊക്കെ നമ്മൾ ആൾറെഡി നല്ല രീതിയിൽ ഫുള്ള് വർക്ക് ചെയ്തായിരുന്നു. നമുക്ക് അതിൻ്റെ കൂടെ ഇൻസെൻറ്റീവും കൂടെ ഇല്ല. അപ്പോൾ പെടും. അപ്പോൾ എന്തായാലും ഇത് പോക്കറ്റ് ഇരിക്കട്ടെ. എടാ അണ്ണന് ഓർഡർ വരുന്നവരെ നിനക്ക് കളിക്കാം കേട്ടോ. ബാ ഇനി നിൽക്കുമ്പോൾ നമ്മൾ കളിപ്പിക്കാൻ പോവാം. എന്തായാലും അവനെ നടത്താൻ കൊണ്ടുപോട്ടെ പാവം. ബോറടിച്ചോ? എങ്ങനെ ബോറടിക്കുന്നത്? നിന്നെ ഇപ്പം ഇങ്ങോട്ട് ഇട്ടല്ലേ ഉള്ളതാണ്. ഗുഡ് ബോയ്. ആരാ സൗണ്ട് കേട്ട് എൻ്റെ പന്ത് ഇട്ടാ. ഇപ്പം പന്ത് അവൻ്റെ കളി സാധനം. നാളെ എന്തായാലും കൂട്ടിയിട്ടേക്കാം. വെള്ളമൊന്നും ഞാൻ നേരത്തെ അവനെ കൂട്ടി വെച്ച് കൊടുക്കാറില്ല കേട്ടോ. അവൻ തട്ടിക്കളയും. വെള്ളം അത്യാവശ്യം കുടിച്ചിട്ട് ഞാൻ എടുക്കും. പക്ഷെ ഇപ്പം ഇല്ല, അങ്ങനെയില്ല. അവനറിയാം ഇപ്പം. ഇല്ലയോടാ സ്റ്റേ എന്ന് പറഞ്ഞാൽ അവൻ അനങ്ങാതിരുന്നോളും. ജോലിക്ക് പോകുമ്പോൾ വാ മണിയിടട്ടെ, കരുത്തി മണിയിട്ട് കണ്ട എല്ലാവരും കാണട്ടെ. നിൽക്കുമാനെ കാണട്ടെ എല്ലാവരും. വാ മണിയിട്ട് വാ. യോ കടിക്കില്ലേ. ഞാനാ ഗുഡ് ബോയ്. അങ്ങോട്ട് നടക്കാൻ പോണ്ടേ നമുക്ക്? പെട്ടെന്ന് ഓർഡർ വന്നാൽ പോയി. നിൻ്റെ കഷ്ടകാലമാണ് ഇപ്പോൾ ഓർഡർ വരും. അല്ലെങ്കിൽ നമുക്ക് 1 മണിക്കൂർ കഴിഞ്ഞാൽ ഓർഡർ വരത്തില്ല. നിൽക്കുന്ന കളിക്കണ്ടേ? പുറത്ത് പോയി അവിടെ. ഇവനെ ഞാൻ വീട്ടിൽ ഇരിക്കുമ്പം മണി ഇടാറില്ല കേട്ടോ. കരുത്തി ബെൽറ്റ് ഇടാറില്ല. ഇല്ലയോടാ എനിക്ക്. അപ്പോൾ നമ്മൾ പോയി കഴിയുമ്പോൾ അത് അവൻ തന്നെ ഊരിയെടുക്കും. എന്ത് ചെയ്യുക? നിൻ്റെ ലീശ് എന്തിയടാ? എൻ്റെ കുഞ്ഞിൻ്റെ ലീശ് എന്തിയേ? കുഞ്ഞിൻ്റെ ലീശ് എന്തിയടാ? എൻ്റെ കുഞ്ഞിൻ്റെ ലീശ് എന്തിയടാ? മാറ്. കുഞ്ഞു പിള്ളേരെ പോലെ കേട്ടോ അതായിരിക്കുന്നു എൻ്റെ ലീശ്. ഫൈനലി അവനെ ലീശ് സെറ്റ് ചെയ്ത് അപ്പോൾ നടക്കാൻ പോ. പയ്യെ കൈ കുരുക്കി അതിൻ്റെ ഇടയ്ക്ക്. ഇറങ്ങി പോ. വാ അഴുക്കൊന്നും എടുത്ത് വായിലിടല്ലേ. നമുക്കെന്തായാലും ഓർഡർ വരുന്നവർ ഇവനെ മുറ്റത്തേക്ക് ഒന്ന് നടത്തിക്കാം കേട്ടോ. വാ കം ഗുഡ് ബോയ്. സൗണ്ട് കേട്ടാൽ നോക്കാം. പോ. ഇതിലെ സൈഡേ പോ. ഗുഡ് ബോയ്. അരിക്കായിട്ട് വെയിറ്റ് ചെയ്ത് വരണം. വെള്ളം ബാബാ ഇങ്ങോട്ട്. ഇവിടെ നമുക്ക് മീൻകുളം കാണാം. ബാബാ ഇവിടെ അവിടെ അഴുക്ക്. മഴയായതുകൊണ്ടല്ലോ ഫുൾ അലമ്പാണ് കേട്ടോ. നമ്മുടെ ഇവിടെ പണി കുറച്ച് വർക്ക് നടന്നുകൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് വെച്ചാൽ അത് സ്റ്റോപ്പായി കേട്ടോ. അപ്പം മഴയും കൂടെ ആയപ്പോൾ ഫുൾ അലമ്പായി ഇവിടെയൊക്കെ. പറയാൻ പറ്റത്തില്ല കേട്ടോ. പാമ്പൊക്കെ കാണും. ചെറുക്കം പോയി പാമ്പിനെ എടുത്തുണ്ട്. നമ്മൾ സിറ്റൗട്ടിൽ കിടന്ന് നമുക്കൊരു ശംഖുവരൻ ഏതൊരു പാമ്പ് ചത്ത് കിടന്നു കേട്ടോ. അപ്പോൾ എനിക്ക് കിടന്ന് കിട്ടി. കഴിഞ്ഞ ഷൂസിനകത്ത് നിന്ന് പൂച്ചങ്ങാണ്ട് എടുത്ത് കേട്ടോ. ഷൂസ് മഴയത്ത് വെക്കുന്ന സൂക്ഷിക്കണം. ഹെൽമെറ്റും. ഞാൻ ഷൂസ് നനഞ്ഞതുകൊണ്ടാണ് കേട്ടോ വെളിയിൽ വെച്ചാൽ. അല്ല നമ്മൾ നോർമൽ ഷൂസ് വെക്കാറില്ല. കറക്റ്റായിട്ട് ഷൂസ് മറച്ചിട്ട് ഏതോ ഒരു പൂച്ച കൊണ്ടെന്തായാലും അങ്ങനെ ഗുണമുണ്ടായി. നോർമലി ഇവിടെ ശല്യം കേട്ടോ നമുക്ക് എനിക്ക് പൂച്ച കണ്ണെടുത്താൽ കണ്ടുകൂടാ. എനിക്ക് ഗൈസ് അപ്പോൾ 6 മണിക്ക് ശേഷം കേട്ടോ നമ്മുടെ വ്ളോഗ് കിടിയിൽ എക്സൈറ്റിംഗ് ആകാൻ പോകുന്നത്. അപ്പം വേറെ കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങളാരും ഇത് ട്രൈ ചെയ്ത് കേട്ടോ. ഡോണ്ട് ട്രൈ ദിസ് അറ്റ് ഹോം എന്നാണ് ഇതിൻ്റെ എനിക്ക് വാണിംഗ് പറയാനുള്ളത്. എന്താണെന്ന് വെച്ചാൽ കാണിക്കാനുള്ളൊരു അവസരം ഇന്ന് കിട്ടല്ലേ എന്നാണ് ഞാൻ പറയുന്നത്. എന്താണെന്ന് ഒരുപാട് ആൾക്കാർക്ക് ഡൗട്ടാണ് കേട്ടോ. ഒരേ സമയത്ത് നമുക്ക് സ്വിഗ്ഗി സൊമാറ്റോ വർക്ക് ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ള ഇന്ന് കണ്ടറിയാം. ഇഷ്ടം പോലെ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും നോക്കാം, നമുക്ക് കണ്ടറിയാം. എന്തായാലും ഇതുവരെ ഓർഡറൊന്നും വന്നിട്ടില്ല കേട്ടോ. പോക്കറ്റ് ഇരിക്കുകയാണ്. നമുക്ക് ഓർഡർ വരുമ്പോൾ അറിയാൻ പറ്റും.
അപ്പോൾ നമുക്ക് ഇവൻ്റെ പുറകെ കൂടാം. A few moments later. പിന്നെ ഇതാ 4 മിനിറ്റ് സമയമുള്ളപ്പോൾ നമ്മുടെ സ്വിഗ്ഗി ഫസ്റ്റ് അടിച്ചേക്കും കേട്ടോ. അതാണ്ട് നമുക്കൊരു ഓർഡർ വന്നിട്ടുണ്ട്. 91 രൂപയുടെ ഓർഡറാണ് കേട്ടോ. അത് പുതിയ എന്തോ നമുക്ക് ആപ്ലിക്കേഷനിൽ പുതിയ എന്തോ ഇതൊക്കെ വന്നു കേട്ടോ, അപ്ഡേറ്റ്. എൻ്റെ മോനെ പൊളി കേട്ടോ ഗൈസ്. അപ്പോൾ ഇത് ഇന്നാണ് കേട്ടോ ഫസ്റ്റ് ഡേ. ഇന്നലെ ഒന്നും ഇതില്ലായിരുന്നേ. ഫുൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഔട്ട്ലുക്കേ മാറി കേട്ടോ, കിടിലമായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഓർഡറിൻ്റെ എമൗണ്ട് എഴുതി കാണിക്കുന്നില്ല, എന്തോ ആയാലും ഫുൾ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ബാക്കി എന്തായാലും നമുക്ക് പോകുന്ന വഴി നോക്കാം. അപ്പോൾ സമയം ഇപ്പോൾ അതാ ഇവിടെ കാണിക്കാം കേട്ടോ, 5:56 ആവുന്നത്. ഏട്ട് 4 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് സൊമാറ്റോ ഓണാക്കാൻ പറ്റും. 4 മിനിറ്റിന് നമുക്ക് ഏകദേശം നമ്മുടെ സ്വിഗ്ഗി ഫസ്റ്റ് അടിച്ചേക്കാം. നമുക്ക് കിട്ടില്ല ഓർഡർ. നമ്മുടെ ഒരു പുതിയ റെസ്റ്റോറൻറ്റിൽ നെടുത്തൊരു വിറ്റൽസ് ടേക്ക് അവേ എന്ന് പറയുന്നൊരു റെസ്റ്റോറൻറ്റിൽ നമുക്ക് അടിച്ചേക്കാണ്. അപ്പോൾ നമുക്ക് നേരെ എന്തായാലും അങ്ങോട്ട് പോകാം. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉറപ്പായിട്ടും ഇഷ്ടംപോലെ ആൾക്കാരുടെ മനസ്സിൽ കുറേ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊന്നും ഇന്ന് നമ്മൾ ചിലതൊക്കെ ഉത്തരം പറയും, ബാക്കിയൊന്നും ഇന്ന് ഉത്തരം പറയത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ തൊട്ടടുത്ത വീഡിയോയിൽ നമ്മൾ കിടിലം ഡീറ്റെയിൽ ആയിട്ട് ഇതെല്ലാം കൊണ്ട്. പക്ഷേ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങളുടെ സംശയങ്ങളെല്ലാം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് മറക്കല്ലേ. എന്നെ പോയിട്ട് കേട്ടോ. ടാറ്റാ. അടിപൊളി. ഓർഡർ കളക്ട് ചെയ്യാൻ എന്തായാലും അങ്ങനെ നമ്മൾ ഫൈനലി സൊമാറ്റോ ലോഗിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിക്കാതെ ഓൺലൈനാണ് രണ്ടും. നമുക്ക് എന്തായാലും സ്വിഗ്ഗിയുടെ ഓർഡർ ചെയ്യാൻ പിക്കുക സെറ്റ്. ഓ എൻ്റെ പൊന്നെ, സെൽഫി ഫേസും ടീഷർട്ട് സ്വിഗ്ഗിയുടെ കേട്ടോ. ടീഷർട്ടിന് ഫോട്ടോ എടുത്ത് 3494 കൊള്ളാം കേട്ടോ, പുതിയ ആപ്ലിക്കേഷൻ. നമുക്ക് ഇവിടുന്ന് വിലങ്ങറ ക്ഷേത്രത്തിലോട്ട് പോകുന്ന റൂട്ടാണ് കാണിക്കുന്നത്. ഇവിടുന്ന് ഇനി ഏകദേശം 7.3 കിലോമീറ്ററോടെ നമുക്കുണ്ട് കസ്റ്റമർ ലൊക്കേഷനിലോട്ട്. നോക്കട്ടെ, ഞാൻ എന്തായാലും അമ്പലം നിങ്ങളെ കാണിച്ചു തരാം. വിലങ്ങറ ക്ഷേത്രം നിങ്ങൾക്ക് അറിയാത്തവർക്ക് ഞാൻ കാണിച്ചു തരാം. റൈറ്റ് സൈഡിൽ കാണുന്ന കേട്ടോ വിലങ്ങറ ക്ഷേത്രം. മുരുകൻ്റെ അമ്പലമാണ്, ഫേമസ് ആയിട്ടുള്ള അമ്പലം കേട്ടോ. ശ്രീഹരി മുരുക ജ്യോതിശാല. ബ്രോ സ്വിഗ്ഗിന്ന് ഓർഡർ ചെയ്തേ? ആണോ? എന്നാൽ നെറ്റ് പോകാതായിരിക്കും ബ്രോ. മാപ്പ് കാണിക്കുന്നില്ലായിരുന്നോ? എന്നാൽ അത് ഈ ആപ്ലിക്കേഷൻ എന്തെങ്കിലും ഇററായിരിക്കും. ഇല്ല ഇതും കൂടെ ഉണ്ട്. ഒന്ന് അടി പിടിച്ചോണേ. ഈ ബോട്ടിൽ നനഞ്ഞ കേട്ടോ പെപ്സിയുടെ. അതോ ഇതിനകത്തുനിന്ന് എണ്ണയാണോ എന്തോ. ഇത് അത് കുഴപ്പമില്ല. താങ്ക് യു. കഴിഞ്ഞു. താങ്ക് യു. ഇന്നൂര് 691520 പിൻകോഡ്. അത് കൊള്ളാം. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടെ ഈ ലൊക്കേഷനിൽ വരുന്നത്. അടിപൊളി എന്തായാലും. ഇപ്പം ഫൈനലി നമ്മുടെ ഫസ്റ്റ് ഓർഡർ കിട്ടില്ലായിരുന്നു. സക്സസ്ഫുള്ളി നമ്മൾ ഡെലിവറി ചെയ്തിട്ടോ. കസ്റ്റമർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 10 മിനിറ്റ് ആയപ്പോൾ എന്തോ എനിക്ക് വന്ന് നെറ്റ് വല്ലതും വിഷയമായിരിക്കും. അത് ആപ്ലിക്കേഷൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, ഹാങ് ആയില്ല. അപ്പോൾ നമ്മുടെ ഏണിങ്സ് ആണ് 91 രൂപ. നമ്മൾ കിട്ടില്ല ഒരു ലൊക്കേഷനാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും കുറച്ച് ഹോം പേജ് കൊടുക്കാം. ഞാൻ നമ്മുടെ ബാക്ക് ബ്രേക്ക് ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ ലൂബ് അടിച്ചതിന് ശേഷം, ലൂബ് അടിച്ചത് മാത്രമല്ല അപ്പോൾ ഞാൻ ഇവിടെ ഇവിടെ അടിച്ചു കേട്ടോ, ചുമ്മാതല്ല. ഇവിടെ അടിച്ചപ്പോൾ എനിക്കൊന്ന് പടന്ന്, അതുകൊണ്ടാണ് കേട്ടോ ബാക്ക് ബ്രേക്ക് കിട്ടാൻ. ഇപ്പോൾ സെറ്റായി. വീലെന്ന് കണ്ടപ്പോൾ ഞാൻ വീലിൻ്റെ ഈ ബിയറിങ്ങിൽ അടിച്ചു കേട്ടോ, ഇവിടെ അടിച്ച്. അതാണ് വിഷയം. പിന്നെ ചെയിൻ ഇവിടെ ബിയറിങ് ഉണ്ട്, ഇവിടെ അടിച്ച്. അതെന്തായാലും ബ്രേക്കിലോട്ട് വരാൻ വഴിയില്ല. പിന്നെ നമ്മളിവിടെ ഞാൻ ബ്രേക്ക് ഇവിടെ ലിവറിൻ്റെ ഇവിടെ WD-40 ഫ്രണ്ട് ബ്രേക്കിലും, ഫ്രണ്ട് എന്തായാലും ഭാഗ്യത്തിന് സീനില്ലായിരുന്നു, ഇവിടെ അടിച്ചു. കാണുന്ന ആരെങ്കിലും മെക്കാനിക്കുമാരും അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഉണ്ട്. ഇവിടെ കുഴപ്പമുണ്ടോ നമുക്ക് ഈ ബിയറിങ്ങിൽ WD-40 അടിക്കാൻ. പിന്നെ ആ റൈറ്റ് സൈഡ് സ്റ്റാൻഡിലാണ് അടിച്ചത്, സ്റ്റാൻഡിൽ സീനില്ല. പിന്നെ ഗിയർ ലിവറിൽ. ഇത്രയാണ് നമ്മൾ സെറ്റായത്.
A few moments later. സൊമാറ്റോ നമ്മുടെ ആദ്യത്തോട്ട് കണ്ടാണ് കേട്ടോ. ലക്ഷ്മി എഡിബിൾസിൽ നിന്നാണ്, മുസ്ലിം സ്ട്രീറ്റിലോട്ടാണല്ലോ പോകുള്ളത്. അതായത് നമുക്ക് നേരെ ലക്ഷ്മിയിലോട്ട് വിടാം. സ്വിഗ്ഗിയിൽ ഇപ്പോൾ എന്താ അവസ്ഥ നോക്കട്ടെ. അങ്ങനെ നമുക്ക് രണ്ടിലും ഓരോ ഓർഡർ വെച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ സ്വിഗ്ഗി നമുക്കൊരു ഓർഡർ ആൾറെഡി കിട്ടി, 91 രൂപയായിരുന്നു. ജസ്റ്റ് നമ്മൾ കൊടുത്തിട്ട് ആ വൈദ്യുതി ഭവൻ്റെ അവിടെ കൊട്ടായക്കര ഭാഗത്ത് നിൽക്കുക കേട്ടോ. അപ്പോൾ വന്നേ ഉള്ളൂ നമ്മൾ. അപ്പോൾ തന്നെ നമുക്കിത് ഫസ്റ്റ് ഒരു ഓർഡർ സൊമാറ്റോ കിട്ടിയിട്ടുണ്ട് കേട്ടോ. Meanwhile, നമ്മളിതാ കാത്തിരുന്ന ആ സുഖിനെ എത്തി കേട്ടോ. ഓൺ റൂട്ടിൽ നമുക്ക് അടുത്തൊരു ഓർഡർ കൂടെ വന്ന് സ്വിഗ്ഗി. അതും കൂടെ എടുക്കട്ടെ, പണി പാളും. 30 റെയിൻ സർജ് ഉണ്ട് കേട്ടോ, സാംസങ്. അടിപൊളി. നമുക്ക് എൻ്റെ ഇത് കൊടുത്തിട്ട് തിരിച്ചു വരാം. 1 കിലോമീറ്റർ ഉള്ളു എന്തായാലും. ക്യാഷ് ഓൺ ഡെലിവറി കേട്ടോ, 189. ഹലോ, സൊമാറ്റോ എന്നാണ്. ഞാൻ എന്താ വെളിയിലെത്തി. ഒരു ചെറിയ കാവ് പോലെ അതിൻ്റെ. ഓക്കെ. ക്യാഷ്. താങ്ക് യു. 40, 60 കറക്റ്റാ. ഓർഡർ റെഡിയാണ് കേട്ടോ. സ്വിഗ്ഗിയുടെ നോട്ടിഫിക്കേഷൻ. അടിപൊളി കഴിച്ചപ്പോൾ എന്താ നമ്മുടെ ഫസ്റ്റ് ഓർഡർ സൊമാറ്റോ കംപ്ലീറ്റ് ആയി. സ്വിഗ്ഗിയുടെ ഫസ്റ്റ് ഓർഡർ റെഡിയായി. അതിന് 1.5 കിലോമീറ്റർ ഇവിടുന്ന് അപ്പുറത്തോട്ട് പോകാൻ കേട്ടോ. എന്നാലും നമുക്ക് നേരെ റെസ്റ്റോറൻറ്റിലോട്ട് സാംസങ്ങിൽ നിന്ന് ഓർഡർ കിട്ടിയിരിക്കുന്നത്. താങ്ക് യു. അടിപൊളി. ഈ പോസ്റ്റ് ആയില്ലെങ്കിലേ ഇപ്പോൾ തന്നെ നമ്മൾ അക്കൗണ്ട് ലോഗൗട്ട് ആവും. ടോട്ടൽ 121 രൂപ കേട്ടോ. a few minutes later. അവിടെ നമ്മുടെ സബ്സ്ക്രൈബർ ഡെലിവറി ബോയോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പം നമുക്ക് ഇതാ സൊമാറ്റോ എന്നൊരു 25-ൻ്റെ വീണ്ടും ഒരു പിസ്സ ഹട്ടിൽ നിന്നൊരു ഓർഡർ വന്നു കേട്ടോ. നോക്കട്ടെ ഇത് റെഡിയാണോ എന്നറിയാൻ വയ്യ. നമുക്ക് എന്തായാലും ഇന്ന് ഫുൾ എൻ്റർടൈൻമെൻറ്റാണ്. ചെപ്പത്ത ചിക്കൻ പീസ് അങ്ങനെയാണ് എന്തായാലും 68-95 റെഡിയാൻ തോന്നുന്നു. സൊമാറ്റോയുടെ ഓർഡർ നമ്മൾ എടുക്കാൻ വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ട സമയത്ത് നമുക്ക് സ്വിഗ്ഗിയിൽ നിന്നും പിസാട്ടിൽ നിന്ന് തന്നെ ഓർഡർ അടിച്ചേട്ടോ. എന്തായാലും നന്നായി. നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് തന്നെ ഓർഡർ അടിച്ചുകൊണ്ട് നമുക്ക് എളുപ്പമായി. ഓർഡർ റെഡി ആയിരുന്നു കേട്ടോ. നമുക്ക് സ്വിഗ്ഗിയിൽ നിന്നൊരു ഓർഡർ സൊമാറ്റോ എന്ന് പറയാം. സ്വിഗ്ഗിയിൽ മാർഗരീറ്റ സൊമാറ്റോ നോക്കട്ടെ. ടൊമാറ്റോ ഇത് റെഡിയാണ് കാണിക്കുന്നുണ്ട്. ചെപ്പത്ത ചിക്കൻ പീസ് ഒരെണ്ണം. ഇത് സ്വിഗ്ഗി ആട്ടോ, മറ്റേ സൊമാറ്റോ. എന്തായാലും രണ്ടിലും എഴുതിയിട്ടുണ്ട്. നമുക്ക് വേഗം വിടാം. ഓക്കെ ഓക്കെ, ഞാൻ അവിടെ വന്നിട്ട് വിളിക്കാം. ഇത് ലൊക്കേഷൻ ഒരുപാട് മാറി കാണിക്കുന്ന കേട്ടോ. ഫസ്റ്റ് പണി ഇവിടെ തന്നെ കിട്ടി. തിരിച്ചു പോകണം. പിന്നെ തിരിച്ചല്ല, എക്സ്ട്രാ പോകണം 3 കിലോമീറ്റർ. ചേച്ചി സൊമാറ്റോന്ന് ഓർഡർ ചെയ്തേ. നിമ്മി അതല്ലേ ചേച്ചി? കസ്റ്റമർ കെയറിൽ നിന്ന് വിളിക്കുകയാണെങ്കിലേ ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ. ലൊക്കേഷൻ ഒരു 3 കിലോമീറ്റർ ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഞാൻ അപ്പുറത്തെ ഹോസ്റ്റലിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യം അവിടെ വന്ന് വിചാരിച്ചേ. അതിൻ്റെ പേരെന്തോ? അപ്പുറത്ത് നമ്മൾ
അത് എന്തോ CHRD പോലെ എന്തോ ഒരു പേരാ പറഞ്ഞേ. അല്ല അങ്ങനത്തെ എന്തോ പേരാ. അതും കിലിയുടെ ഒരു ഹോസ്റ്റലാണെന്ന് പറഞ്ഞു. താങ്ക് യു. ഫൈനലി നമ്മുടെ രണ്ടാമത്തെ ഓർഡർ എന്ന് പറയാൻ പറ്റത്തില്ല, സ്വിഗ്ഗിയുടെ ഓർഡർ കൊടുക്കാനുള്ള ലൊക്കേഷനിൽ ഏകദേശം എത്തിയാട്ടോ. നല്ല ദൂരം ഉള്ളിലോട്ട് വന്ന്, റോഡിൽ നിന്ന് 2 കിലോമീറ്റർ ആയാലും നല്ല തല്ലിപ്പൊളി റോഡായിരുന്നു കേട്ടോ. അത്യാവശ്യം ഈ പഴയ റോഡിൻ്റെ ഈ ഒരു തരിയെങ്കിലും ഉള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു, പൊളിഞ്ഞ ഭാഗമെങ്കിലും. അല്ലെങ്കിൽ ഭയങ്കര മോശം പിടിച്ച വഴിയാണെന്ന് എനിക്ക് കണ്ടിട്ട് തോന്നുന്നു. പൊളിഞ്ഞ റോഡിൻ്റെ ബാക്കിയുള്ളത് ഭാഗ്യം. എന്തായാലും മുണ്ടക്കൽ ക്രഷർ ചുമ്മാതല്ല, അടിപൊളി കേട്ടോ. മേലോട്ട് ഇവിടെ പാറക്കോറിയം കണ്ട ആണോ? ഞാൻ ഇതിലേ വന്ന വഴി പോകുന്നത് നല്ലത്. ഇവിടെ വേറെ കുഴപ്പമില്ല. എത്ര രൂപയാണ്? അടിപൊളി 55. ഓർഡറും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ സംസമിൽ തന്നെ ഓർഡർ കിട്ടിയേക്കണേ. 50 സ്വിഗ്ഗി കഴിവില്ല. ഓക്കെ ഓക്കെ, താങ്ക് യു. Meanwhile, എന്തുവാടാ ഈ പിണയും കിടക്കുവന്ന്? നമ്മള് സോണിനകത്തനാട്ടോ. സൊമാറ്റോയും കാണിച്ചു തരാം. സൊമാറ്റോ നമ്മുടെ ഇത് ഏണിങ്സ് എന്ന് പറയുന്നത് മൊത്തത്തിൽ 50 രൂപ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പം മൊത്തത്തിൽ 270 രൂപ ആയിട്ടുള്ളൂ. ഇടാ ആ സമയം കൊണ്ട് നീ പേപ്പർ കടിച്ച് നിക്കി. അപ്പം നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ജസ്റ്റ് ഒന്ന് ചായ ഇട്ട് കുടിക്കുക. നിക്കി മോനെ, ഗുബ്ബയാന്നോ? ഞാൻ ഗുബ്ബായി. ഇത് ഗുബ്ബയല്ല, ബാറോട് പന്നച്ചെറുക്കൻ. അപ്പം നമുക്ക് ജസ്റ്റ് ചായ ഇട്ട് കുടിച്ചിട്ട് നമുക്ക് വേഗം എന്തായാലും മിക്കവാറും ഒരു 11:30 വരെ കാണും കേട്ടോ നമ്മുടെ വീഡിയോ. സോ നമ്മുടെ ഇതുവരെയുള്ള വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഈ ജോബിൻ്റെ ഒരു പ്രത്യേകത. എന്താണെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് സോണിനകത്താണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഓഫ് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് വർക്ക് ചെയ്യാം. അത് മാത്രമല്ല, ഇതായാലും നമുക്ക് വീട്ടിൽ വന്ന് ജസ്റ്റ് എന്തെങ്കിലും കഴിക്കാൻ സമയം കിട്ടുകയാണെങ്കിൽ നമുക്ക് ചായയൊക്കെ ഇട്ട് കുടിക്കാം. സമയം 11 മണിയായിട്ടോ, 11:10. നമ്മൾ വീണ്ടും കൊട്ടാരക്കലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത്ര സമയം നമ്മൾ ചില്ലിയായിരുന്നു വീട്ടിൽ, ചായ കുടിച്ച് നമ്മൾ റെസ്റ്റ്. ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഓർഡറും കാര്യങ്ങളും വരാൻ ചാൻസ് ഇല്ല. കാരണം ഇന്ന് നമുക്ക് ആൾറെഡി 10 മണിയാകുമ്പോഴത്തേക്ക് ഇന്നത്തെ കിട്ടാനുള്ള മാക്സിമം ഓർഡറും കിട്ടിക്കഴിഞ്ഞു. ആണ്ട് സ്വിഗ്ഗി ചേട്ടൻ ഒരുപാട് ഡെലിവറി ബോയ്സ് അവിടെ ഇവിടെയൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെയാണ്, ആരും വിഷമിക്കേണ്ട കാര്യമില്ല. ഇതിപ്പോൾ 2 ആഴ്ച കഴിയുമ്പോൾ ഈ ഒരു സിറ്റുവേഷൻ മാറും. ഈ ഒരാഴ്ചയും കൂടെ കാണത്തുള്ളൂ. ഇങ്ങനെ പൊതുവെ എല്ലായിടത്തും ഇപ്പം കടകളിലായാലും കഴിക്കാനൊക്കെ ആൾ കുറവാണ്. KFC-യിലൊക്കെ സാധനം ഫുൾ ടൈം നിറഞ്ഞു നിൽക്കുന്നതാണ്. കൊട്ടായർ KFC ഒക്കെ ഞാൻ ഇപ്പോൾ വേണമെങ്കിൽ തിരിച്ചു പോകുമ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ കഴിക്കാനൊക്കെ പൊതുവെ പുറത്ത് ആൾ കുറവാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പം നമുക്ക് ഓർഡർ കുറവ്. ഇപ്പോൾ ഇവിടുന്ന് നമ്മളെന്തായാലും നമുക്ക് കഴിക്കാനുള്ളൊരു ഫുഡും വാങ്ങിക്കാൻ പോവാണ്. അത് മാത്രമല്ല, ഇപ്പോൾ 11 മണിക്ക് ശേഷം വന്ന ഓർഡർ 11:20 ആകുമ്പോഴേ ഏകദേശം ഡെലിവറി ബോയ്ക്ക് അസൈൻ ചെയ്യത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ഓർഡർ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഞാൻ ആ ഒരു ഹോപ്പിലാണ് ഇപ്പം നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. എന്തായാലും 11:30 വരെ വെയിറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ സ്വിഗ്ഗിയിൽ നിന്നും സൊമാറ്റോയിൽ നിന്നും കൂടെ ഓരോ 100-150 മൊത്തത്തിൽ ഒരു ഓർഡർ കിട്ടിയ ഇന്ന് സെറ്റായി പൊളിച്ചു എന്തായാലും. അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. അറിയാൻ വയ്യ എന്തായാലും. 500 രൂപ ചേഞ്ചാ, 500 നോട്ട് തന്നാൽ മതി. അത് 500 ഉണ്ട്. 500 നോട്ടാ, ഞാൻ മറ്റേ ഗൂഗിൾ പേ ചെയ്യാം. നമ്മളെ ഇരുന്ന ചില്ലറയെല്ലാം മാറ്റി 500 നോട്ടാക്കി കേട്ടോ, ചേഞ്ച് ആക്കി. അതാകുമ്പോൾ നമുക്കിപ്പം വേഗം പോയി ഡിപ്പോസിറ്റ് ചെയ്യാമല്ലേ. ക്യാഷ് ഓൺ ഡെലിവറി കിട്ടി, ഇപ്പം തന്നെ ഡിപ്പോസിറ്റ് ചെയ്യണം.
1000 ഉണ്ട് ടോട്ടൽ നമ്മളെ. ഇനിയിപ്പോൾ ഓർഡറൊന്നും കിട്ടുമെന്ന് ചാൻസ് ഇല്ല, എന്തായാലും വെയിറ്റ് ചെയ്യാം. A few moments later. ഓ ഗൈസ്, ക്യാഷ് ഡിപ്പോസിറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ, റെസിപ്റ്റ് ഇല്ല. അങ്ങനെ സമയം 11:30. അങ്ങനെ നമ്മൾ സ്വിഗ്ഗി സൊമാറ്റോ ഒരുമിച്ച് ഓൺ ചെയ്തിട്ടുള്ള ഒരു കിടില ഒരു വീഡിയോ ആയിരുന്നു ഇന്ന്. അപ്പോൾ ഇന്ന് നമുക്ക് ടോട്ടൽ ഏകദേശം 4 ഓർഡറാണ് കേട്ടോ സ്വിഗ്ഗിന്ന് ഇട്ടേക്കുന്നത്. അതായത് സൊമാറ്റോന്ന് 2 ഓർഡറും സ്വിഗ്ഗിന്ന് ടോട്ടൽ ഏണിങ്സ് നടന്നത് 220 രൂപയാണ്. അതുപോലെ സൊമാറ്റോന്ന് ഒരു 50 രൂപ ഏണിങ്സ് മാത്രമേ നമുക്ക് ഇന്ന് കിട്ടിയുള്ളൂ. അപ്പം സമയം ഏകദേശം 11:30 നമ്മുടെ ഓർഡറെല്ലാം സ്റ്റോപ്പ് ആയി, ഷോപ്പെല്ലാം അടച്ചു. അപ്പം നമ്മൾ എന്തായാലും ഇപ്പം ഇന്നത്തെ ദിവസം വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സായിട്ട് നിങ്ങൾ ചാനൽ ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ. And don't torn. We gon' leave you beat up, bully and don't torn. Excellently, it was pressing to me. Descended from the parents, I inherited 3 passports. I can flex a triple residency. Probably